നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ട പാതിനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവുമെന്ന സപ്തമ അധ്യായത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 6ാമത്തെ ശ്ലോകമാകുന്നു. ആദ്യം നമുക്ക് പ്രസ്തുത ശ്ലോകം ചൊല്ലിക്കൊണ്ട് ആരംഭിക്കാം. നാനാദിവ്യവധൂജനേരഭിവൃത വിദ്യുല്ലതാതുല്യയാ വിശ്വന്മാദനഹൃദ്യഗാത്രലതയാ വിദ്യോദിതാശാന്തരാ ത്വത്പാദാംബുജ സൗരഭേഗകുതുകാത് ലക്ഷ്മീ സ്വയം ലക്ഷ്യതേ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. നാനാദിവ്യവധൂജനേഹി അഭിവൃത വിദ്യുല്ലതാ തുല്യയ വിശ്വന്മാദന ഹൃദ്യഗാത്രലതയ വിദ്യോദിതാശാന്തര ത്വത്പാദാംബുജ സൗരഭേഗ കുതുകാത് ലക്ഷ്മീ സ്വയം ലക്ഷ്യതേ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത് തേ പദം ദേഹി മേ. അടുത്തതായി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. നാനാദിവ്യവധൂജനേഹി അഭിവൃത വിദ്യുല്ലതാതുല്യയ വിശ്വന്മാദന ഹൃദ്യഗാത്രലതയ വിദ്യോദിതാശാന്തര ലക്ഷ്മീ ത്വത്പാദാംബുജ സൗരഭേഗ കുതുകാത് യസ്മിൻ സ്വയം ലക്ഷ്യതേ വിസ്മയനീയ ദിവ്യവിഭവം തേ തത് പദം മേ ദേഹി. ഇനി അടുത്തതായി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ആ വൈകുണ്ഠ ലോകത്തിൽ വിവിധ ദിവ്യനാരികളാൽ പരിസേവിതയായി വിശ്വവിമോഹനമായ ദേഹലതയാൽ ദിക്കുകളെല്ലാം ശോഭിപ്പിക്കുന്നവളും വിസ്മയനീയമായ ദിവ്യമാഹാത്മ്യത്തോടു കൂടിയവളുമായ ലക്ഷ്മീദേവി അങ്ങയുടെ പാദാംബുജങ്ങളുടെ സൗരഭ്യത്താൽ പ്രചോദിതയായി സദാ സാക്ഷാത്കരിക്കപ്പെട്ട് സ്ഥിതി ചെയ്യുന്നു. ഹേ ഭഗവൻ, അങ്ങയുടെ ആ പരമപദം എനിക്കു നൽകിയാലും. ഇതാകുന്നു ശ്ലോകത്തിൻ്റെ സാരാംശം. നമസ്തേ.